പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉള്ള പരാമർശത്തിൽ മാലദ്വീപിൽ മന്ത്രിമാരെ പുറത്താക്കിയതായ റിപ്പോർട്ടുകൾ. മന്ത്രിമാരായ മറിയം ഷിയൂന, മാൽഷ ഷെരീഫ്, മഹസൂം മജീദ് എന്നിവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിനെതിരെ മാലദ്വീപ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മറിയ ഷിയൂന പ്രധാനമന്ത്രിയെ അപഹസിച്ച് പോസ്റ്റിട്ടത്. വിവരങ്ങളുമായി ഡി ധനസുമോദ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. സുമോദ്, എന്തായിരുന്നു ഈ മറിയം ഷിയൂനയുടെ പരാമർശം? എങ്ങനെയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് എത്തിയത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെയധികം അധിക്ഷേപകരമായ പോസ്റ്റിട്ടു എന്നുള്ള പരാതിയാണ്, അതിനൊരു അതൃപ്തിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാലദ്വീപിനെ തന്നെ അറിയിച്ചിരുന്നത്. കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോമാളി എന്ന് ചിത്രീകരിക്കുകയും ഇസ്രായേലുമായി ബന്ധമുള്ള ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷദ്വീപ് ബീച്ചിലെ അദ്ദേഹം ജാക്കറ്റ് ഇട്ട് നടന്നതാണ് പ്രധാനമായും പരിഹസിക്കാൻ വേണ്ടി ഈ മന്ത്രി ഷിയൂന ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇതിനൊരു അകലം പാലിച്ചു തന്നെയാണ് ഈ ഭരണകൂടം ആദ്യം തന്നെ നിലയുറപ്പിച്ചിരുന്നത്. അവർ ആദ്യം ചൂണ്ടിക്കാട്ടിയത് ഇത് മന്ത്രിമാരുടെ വ്യക്തിപരമായ പരാമർശം മാത്രമാണ്, ഇതൊരു ഭരണകൂടവുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളത് തന്നെയായിരുന്നു ചൂണ്ടിക്കാട്ടത്. അതായത് ഭരണകൂടത്തിൻ്റെ അഭിപ്രായമല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിനുശേഷമാണ് ഇന്ത്യ കടുത്ത ഭാഷയിൽ തന്നെ അതൃപ്തി അറിയിച്ചത്. ഇതോടുകൂടിയാണ് ഈ രണ്ട് മന്ത്രിമാർക്കെതിരെയും മറിയം ഷിയൂന, അബ്ദുള്ള മഹ്സൂം മാജിദ് എന്നിവർക്കെതിരെ നടപടിയെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനവർ അവർ പറഞ്ഞിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും ഉത്തരവാദിത്ത ബോധത്തോടെയും വിനിയോഗിക്കണമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. അത് വിദ്വേഷം പ്രചരിപ്പിക്കാത്ത രീതിയിൽ മാലദ്വീപും അതിൻ്റെ രാജ്യാന്തര പങ്കാളിയും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്താത്ത രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ മാലദ്വീപ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഒരു ശക്തമായ അതൃപ്തി കൂടി കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി, ഇത്തരത്തിലുള്ള നീക്കം മാലദ്വീപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി സുമോദ്. മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ പിതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കിയത് പാൽരാജാണ് എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. അക്രമം കരുതിക്കൂട്ടിയല്ലെന്ന് പാൽരാജിന്റെ കുടുംബാംഗങ്ങൾ പറയും. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനുമെതിരെയുള്ളത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനാവശ്യമായി പ്രകോപനമുണ്ടാക്കിയത് പാൽരാജാണെന്നും എഫ്ഐആറിൽ പറയുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കള്ളക്കേസാണെന്ന് ആരോപിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്തെത്തി. ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ തുണി ബട്ടൺസ് വെക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് അവർ രണ്ടുപേരും വന്ന് അച്ഛൻ നടന്നു പോകുമ്പോൾ ഇറങ്ങി ഓടിച്ചെന്ന് അടിക്കുക. അത് ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും കണ്ടോണ്ടിരുന്നതാണ്. നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സെൽഫ് ഡിഫൻസ് ചെയ്യും. എൻ്റെ അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ. കേസിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് വാഴൂർ സോമൻ MLA. പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരെന്നും കോൺഗ്രസ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും വാഴൂർ സോമൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇരയുടെ പിതാവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമെല്ലാം ഞങ്ങളോടൊപ്പമാണ്. കേസ് തീർച്ചയായും വിജയിക്കും. യഥാർത്ഥ പ്രതി കുടുങ്ങുക തന്നെ ചെയ്യും. വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി പാൽരാജിനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കാത്തതിന്റെ പേരിലുള്ള പോരാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമാവുകയാണ്. അപ്പോഴും ഒരു ചോദ്യം മാത്രം ശേഷിക്കുന്നു: അർജുനല്ലെങ്കിൽ ആരാണ് പ്രതി? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.